എല്ലാവർക്കും നമസ്കാരം. പാരീസിലാണ്. ഇന്ന് ഡിസംബർ 24 തീയതിയാണ്. സോ ഞാനിന്ന് പാരീസിൽ നിന്ന് സ്ട്രാസ്ബർഗിലേക്ക് പോവുകയാണ്. സ്ട്രാസ്ബർഗ് എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് സിറ്റിയാണ്, ഒരു നോർത്ത് ഈസ്റ്റേൺ ഫ്രഞ്ച് സിറ്റിയാണ്. അവിടെ ക്യാപിറ്റൽ ഓഫ് ക്രിസ്മസ് എന്നൊക്കെയാണ് പറയുന്നത്. സോ ഞാനിന്ന് അവിടെ പോവുകയാണ്. ഇവിടുത്തെ അമ്മച്ചി എണീറ്റ് എന്ന് പറയട്ടെ. ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പം നമ്മുടെ ആ ഒരു ഗാർഡൻ ഉണ്ട് വീടിൻ്റെ. പുള്ളിക്കാരിയാണ് അതൊക്കെ നോക്കുന്നത്. പുള്ളിക്കാരിക്ക് ഓൾറെഡി എന്നെ കാണുന്നത് ഞാൻ എപ്പോഴും ഒച്ചയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മെട്രോ സ്റ്റേഷനിലേക്ക് നടക്കുവാണ്. ഇവിടെ ഇപ്പോൾ സമയം ഏകദേശം രാവിലെ 5:45 ആയതേ ഉള്ളൂ. നേരത്തെ പറഞ്ഞാൽ 5:45 ആയതേ ഉള്ളൂ. ഇവിടെ സൺറൈസ് വരുന്നത് 8:45 സൺറൈസ് വരുന്നത്. ഞാൻ എങ്ങനെയാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർ പൂളിലാണ് പോകുന്നത്. ഇവിടുന്ന് സ്ട്രാസ്ബർഗിലേക്ക് നമുക്ക് ബസ് വഴിയും ട്രെയിൻ വഴിയും പോകുമായിരുന്നു. ഇതിപ്പോൾ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായതുകൊണ്ടും ഏറ്റവും ചീപ്പായിട്ട് ഓപ്ഷൻ കിട്ടിയത് കാർ പൂളാണ്. കാർ പൂൾ എന്ന് പറയുമ്പം ഒരാൾ സ്ട്രാസ്ബർഗിലേക്ക് പോകും. അവർ വണ്ടി ഷെയർ ചെയ്യാൻ താല്പര്യമുള്ളവർ ഒരു ബ്ലാ കാർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനുണ്ട്. സോ അതിനകത്ത് അവരുടെ ആ ഒരു യാത്രയെ പറ്റി ലിസ്റ്റിംഗ് ഇടും. നമ്മൾ അതിനകത്ത് കയറി നോക്കാം. നമുക്ക് പ്രൈസ് ഓക്കെ ആണെങ്കിൽ നമുക്കത് എടുക്കാം. അതിൽ നോർമലി ഒരു 4 പേരുണ്ടാവും. കാറിൻ്റെ വലിപ്പം അനുസരിച്ചാണ്. നേരം പരമ്പര പുലർന്ന് വരുന്നേ ഉള്ളൂ. എനിക്കൊന്നും ഇതേതോ ഇറച്ചിക്കടയാണെന്ന് തോന്നുന്നു. അതെ, അവർ രാവിലെ സ്റ്റാർട്ട് ചെയ്തു. ബാക്കി എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 10 മണിയൊക്കെ ആവും. എനിക്കെല്ലാം ഉണ്ടല്ലോ, ഇറച്ചി മാത്രമല്ല ചോക്ലേറ്റ്സ് വരെ ഉണ്ട്. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇടും. ഇവിടെയെന്നല്ല, പാരീസിലുള്ള എല്ലാ സ്ട്രീറ്റുകളിലും പാരീസിൻ്റെ മുനിസിപ്പാലിറ്റിയും കാര്യങ്ങളും ഇതുപോലുള്ള ലൈറ്റും ക്രിസ്മസ് ട്രീയും എല്ലാം അലങ്കരിച്ച് വെക്കും. സോ അതുകൊണ്ട് ടൂറിസ്റ്റുകൾക്ക്, പാരീസിൽ വരുന്ന ടൂറിസ്റ്റുകൾക്കാണെങ്കിലും ക്രിസ്മസ് ഇവിടെയും കളറാണ്. ഈ കാണുന്നതാണ് മെട്രോ സ്റ്റേഷൻ. മെട്രോ സ്റ്റേഷൻ്റെ മുകളിൽ ഇങ്ങനെ എപ്പോഴും M എന്ന് എഴുതിയിട്ടുണ്ടാവും. നമ്മൾ കയറി ആദ്യം മെട്രോ കഴിഞ്ഞതിന് ശേഷം എനിക്ക് രണ്ടാമത്തെ ഒരു മെട്രോ എടുക്കേണ്ടതുണ്ട്. അത് മെട്രോ 11 ആണ്. പാരീസിലുള്ള മെട്രോകൾ നോർമലി ഇതുപോലെ അത്ര ഡിഫറൻ്റ് ഒന്നും ആയിരിക്കത്തില്ല. എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ കുറേ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഈ ഒരു മെട്രോ സ്റ്റേഷൻ കുറച്ച് ഡിഫറെൻ്റ് ആണ്. രസമുണ്ട് കാണാൻ. ഒരു ചെമ്പിൻ്റെ കളർ എല്ലായിടത്തും. ഈ ജാക്കറ്റിൻ്റെ കളറുമായിട്ട് നല്ല മാച്ചിങ് ആണ് ഈ ഒരു മെട്രോ സ്റ്റേഷൻ. ഞാനങ്ങനെ 2 മെട്രോയും എടുത്ത് നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. നേരത്തെ വന്നു. ഇവിടെ ഒരു ചേട്ടൻ രാവിലെ, നമ്മുടെ നാട്ടിലൊക്കെ മാർക്കറ്റ് ഉണ്ടാകത്തില്ലേ, ചില പ്രത്യേക സീസണുകളിൽ മാത്രം, അതുപോലെ തന്നെ ഈ മീനും ഫിഷും സാധനങ്ങളൊക്കെ കിട്ടുന്ന ചെറിയ ചെറിയ മാർക്കറ്റുകൾ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകുന്നത് പോലെ ഇവിടെ പാരീസിലും ഉണ്ട്. ഇതിപ്പം ഇന്ന് കുറേ ഉണ്ടാകും. നല്ല ആ ഒരു പച്ച മീനിൻ്റെ മണമൊക്കെ ഇവിടെ വരുന്നുണ്ട്. സോ ഇതൊരു ചെറുതൊരെണ്ണമാണ്. ഇതുപോലെ കുറേ ഷെഡിൽ ഓരോരോ ആൾക്കാരിങ്ങനെ സ്റ്റോൾ ഇട്ടിരിക്കുന്നുണ്ടാവും. സോ ഞാൻ അങ്ങോട്ട് പോട്ടെ, അവിടെ ചെന്ന് നോക്കട്ടെ അവിടെ എന്താണ് അവിടുത്തെ കാര്യങ്ങളെന്ന് നോക്കാം. ചെറിയൊരു മഴ പെയ്യുന്നുണ്ട്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇത്രയും നേരത്തെ രാവിലെ ഞാൻ എണീറ്റത്. വിൻ്ററായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കങ്ങനെ എണീക്കാനൊന്നും തോന്നത്തില്ല. രാവിലെ കിടന്നുറങ്ങാൻ നല്ല രസമാണ്. ഇനി ഇതുപോലത്തെ മഴയും ക്ലൗഡി ആയിട്ടുള്ള ക്ലൈമറ്റും കൂടി ആയതിൽ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ നിന്ന് കിടന്നു പോകത്തേ ഉള്ളൂ. ഇന്നത്തെ ക്ലൈമറ്റ് കുറച്ച് ക്ലൗഡിയാണ്. ഇവിടെ മാത്രമല്ല, നമ്മൾ പോകാൻ പോകുന്ന സ്ട്രാസ്ബർഗിൽ ക്ലൈമറ്റ് കുറച്ച് ക്ലൗഡിയാണ്. നാളെ നല്ലൊരു ക്ലൈമറ്റ് കാണിക്കുന്നുണ്ട്. നമുക്കെന്തായാലും വണ്ടി ഇവിടെ എവിടെയോ ആണ്, അത് നോക്കട്ടെ. അതിലെങ്ങനെയാണ് അതിൻ്റെ പരിപാടീസ്. ഫസ്റ്റ് ആദ്യം വരുന്നവർക്കാണോ ഫസ്റ്റ് സീറ്റ്, സൈഡ് സീറ്റ്, അതൊന്നും അറിയില്ല. നമുക്ക് നോക്കാം. ഇനി യൂറോപ്പിലൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അറിയാമായിരിക്കും ഇവിടെ എങ്ങനെയാണ് യാത്ര ചെയ്യുന്നുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ ട്രെയിന്, ബസ്, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് പോവാം. കാർ രണ്ടെടുത്ത് പോവാം. ഇതിപ്പോൾ ഒറ്റയ്ക്ക് ആയതുകൊണ്ട്, ഇത്രയും ലേറ്റായിട്ട് ബുക്ക് ചെയ്തുകൊണ്ടും എനിക്ക് ഏറ്റവും ചീപ്പായിട്ടുള്ളൊരു ഓപ്ഷൻ ഇതായിരുന്നു. അങ്ങനെ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട്. ഇവിടുന്ന് കറക്റ്റ് സമയത്ത് ഒരു 5 മിനിറ്റ് മുമ്പ് തന്നെ ചേട്ടൻ വന്നു. സോ ഇതാണ് വണ്ടി. ഫ്യൂഗോട്ടിൻ്റെ 308 എന്ന് പറഞ്ഞ വണ്ടി, 4 പേർക്ക് പോകാൻ പറ്റുന്ന വണ്ടി. I live in Paris 17. It's who the home. Ok, I see, yes. Je fais encore un détour par Montpellier. Ouais, c'est 3 millions là-bas. Et je me suis arrêté dans le Massif Central pour camper au retour. അപ്പോൾ നമ്മൾ രാവിലെ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത ജേണി ഏകദേശം 12 മണി ആയപ്പോഴത്തേനും സ്ട്രാസ്ബർഗിലെത്തി. പോകുന്ന വഴിയൊക്കെ രസമുണ്ടായിരുന്നു. മൂടി നിന്ന് ആ ഒരു ക്ലൈമറ്റൊക്കെ മാറി, മെല്ലെ സൂര്യപ്രകാശമൊക്കെ വന്നു. പോകുന്ന വഴിക്ക് മഞ്ഞൊക്കെ കണ്ടു. ജർമ്മൻ ഫ്രാൻസ് ബോർഡറാണല്ലോ. സോ അതുകൊണ്ട് തന്നെ ചെറിയൊരു തണുപ്പ് കൂടുതലുണ്ട് ഇവിടെ. സോ എന്തായാലും നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ. ഇത് കാർ പൂൾ വഴി പോകുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു. കുഴപ്പമൊന്നുമില്ല. ഫ്ലിക്സ് ബസ്സിലൊക്കെ 5 മണിക്കൂർ ഇരുന്ന് പോകുന്നതും കാർ പൂളിൽ ഇങ്ങനെ ഷെയർ ചെയ്ത് പോകുന്നതും ഏകദേശം സെയിമൊക്കെ തന്നെയാണ്.
സോ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരിടത്ത് നിർത്തിയായിരുന്നു. അവിടെ നിന്ന് ഞാൻ ചെറിയൊരു സാൻഡ്വിച്ച് മാത്രമേ മേടിച്ചുള്ളൂ. ഞങ്ങൾ 4 പേര് 4 ഡിഫറെൻറ്റ് രാജ്യക്കാരായിരുന്നു. എന്തായാലും അധികമൊന്നും സംസാരിച്ചില്ലെങ്കിലും നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളിലൂടെ ഇങ്ങനെ ഓരോരോ ചിന്തകളിലൂടെയൊക്കെ ആയിരുന്നു. യാത്രയൊക്കെ അടിപൊളിയായിരുന്നു. അപ്പം നമ്മളിന്ന് രാവിലെ 7 മണിക്ക് പാരീസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ഏകദേശം 11:50 ആയപ്പം സ്ട്രാസ്ബർഗിൽ എത്തിയിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് സ്ട്രാസ്ബർഗിൻ്റെ ഒഫീഷ്യൽ ട്രെയിൻ സ്റ്റേഷനുണ്ട്, അതിൻ്റെ അടുത്താണുള്ളത്. സോ ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് സ്ട്രാസ്ബർഗ് ക്യാപിറ്റൽ ദ നോവൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. സോ ഞാനിവിടെയാണുള്ളത്. അവർ 3 പേർക്കും 3 സ്ഥലത്തേക്കായിരുന്നു. ക്യാപിറ്റൽ ദ നോവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസിൻ്റെ തലസ്ഥാനം എന്നൊക്കെ പറയത്തില്ലേ, സ്ട്രാസ്ബർഗിനെ അങ്ങനെയാണ് പറയുക. യൂറോപ്പിൽ ക്രിസ്മസിൻ്റെ തലസ്ഥാനം ഉണ്ടെങ്കിൽ അത് സ്ട്രാസ്ബർഗാണ്. അതിന് കുറേയധികം കാരണങ്ങളുണ്ട്. ഒന്ന്, വർഷങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു 1500-കളിലാണ് ഇവിടെ ആദ്യമായിട്ട് ക്രിസ്മസ് മാർക്കറ്റ് വന്നത്. അന്ന് തൊട്ട് ഇപ്പം ഇതുവരെയും ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് യൂറോപ്പിലുള്ളവർക്ക് വരുന്നത് സ്ട്രാസ്ബർഗ് തന്നെയാണ്. വലിയൊരു സിറ്റി ഒന്നുമല്ല, പക്ഷേ ഈ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട, അതുപോലെ തന്നെ ജർമ്മൻ ഫ്രാൻസ് ബോർഡർ ആയതുകൊണ്ട് തന്നെ കുറേയധികം കാഴ്ചകളും കുറേയധികം വിശേഷങ്ങളൊക്കെ ഉണ്ട്. സ്ട്രാസ്ബർഗിൻ്റെ ഉണ്ട്. ഞാൻ ഈ ട്രെയിൻ സ്റ്റേഷൻ്റെ പുറത്ത് നിൽക്കുമ്പോൾ തന്നെ നമുക്കറിയാം ജനക്കൂട്ടം, ഇഷ്ടം പോലെ ആളുകളാണ്. ഇതെല്ലാം ടൂറിസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് നെമ്പർക്ക് റെസ്റ്റോറൻറ്റ് ഇങ്ങനെ കൈ കൂട്ടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. തൽക്കാലം ഇപ്പോൾ ഒന്നും കഴിക്കുന്നില്ല. രാവിലെ ഒരു സാൻഡ്വിച്ച് കഴിച്ചായിരുന്നു. സോ ഞാനങ്ങനെ നടന്ന് ഈ സ്ട്രാസ്ബർഗ് സിറ്റിക്ക് ചുറ്റും ഒഴുകുന്ന പുഴയാണിത്. സോ ഇതിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. തൊട്ടടുത്ത് നമുക്കിങ്ങനെ പെറ്റിറ്റ് ഫ്രാൻസ് എന്ന് കാണാം. പെറ്റിറ്റ് ഫ്രാൻസ് എനിക്ക് തോന്നുന്നു കത്തീഡ്രലിൽ നിന്നാണ് പള്ളിമണി കേൾക്കുന്നത്. നമ്മൾ ഈ പണ്ട് സീരീസൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, അതിനകത്ത് അവരുടെ വലിയ വലിയ പള്ളികളിൽ ഈ ഒരു മണിയുടെ ശബ്ദം അതിങ്ങനെ മുഴങ്ങിലിച്ച് കേൾക്കുമായിരുന്നു. അതുപോലെ ഒരു സൗണ്ടാണ് ഇപ്പോൾ ഇതിന്. ഇനി ഇവിടുന്ന് ഒരു 10 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ കത്തീഡ്രലുണ്ട്. ഒരു ട്രാം വരുന്നുണ്ട്, ഒരു സ്ട്രാസ്ബർഗിയൻ ട്രാം. നമ്മുടെ കത്തീഡ്രൽ അങ്ങ് അവിടെ ദൂരെ തല ഉയർത്തി നിൽപ്പുണ്ട്. എനിക്ക് തോന്നുന്നത് കാണാൻ സാധിക്കും. അങ്ങ് അവിടെ ഉണ്ട് ആള്. സോ തൊട്ടടുത്തുള്ളൊരു പള്ളിയിൽ നിന്ന് നമ്മളിപ്പോൾ കയറി ഇറങ്ങി. ചെറിയൊരു പള്ളി, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എപ്പോഴും യൂറോപ്യൻ പള്ളികളുടെ അകത്തുള്ളതുപോലെ ആ ഒരു ചില്ലിട്ടിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം ഇവിടെ ഒരു പൊളി തന്നെയായിരിക്കും. കാരണം ചുറ്റും കാണുന്നത് മൊത്തം ഇലുമിനേഷൻ ലൈറ്റ്സുകളാണ്. വൈകുന്നേരം പിന്നെ ഇതിൻ്റെ ഭംഗി പറയേണ്ടത്. നല്ല തിരക്കുണ്ട് സ്ട്രാസ്ബർഗിൽ. ഇന്ന് ഡിസംബർ 24 കൂടെയാണ്, ക്രിസ്മസ് ഈവാണ്. നാളെ ക്രിസ്മസ് ആണ്. സോ ഒബ്വിയസ്ലി യൂറോപ്പിൻ്റെ പല ഭാഗത്തു നിന്നും നിരവധി ആളുകൾ ഇവിടെ സ്ട്രാസ്ബർഗിലുണ്ട്. ഞാൻ കുറച്ച് മലയാളീസിനെയും കണ്ടു. നടന്നു വരുന്ന വഴിക്ക് കുറേയധികം ഇന്ത്യക്കാരെയും കണ്ടു. നമ്മൾ ആ ഒരു കത്തീഡ്രലിലേക്ക് നടന്നു പോകുന്ന വഴിയാണ് നമ്മളൊരു ക്രിസ്മസ് മാർക്കറ്റ് കണ്ടത്. എന്നാൽ അതിലേക്ക് കയറിയേക്കാന്ന് വിചാരിച്ചു. ഒരു വലിയൊരു ക്രിസ്മസ് ട്രീ, അതിൽ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മാഗി, ടെൻഡീസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. തൊട്ടിപ്പുറത്ത് മെയ്സൺ ശശി എന്ന് പറഞ്ഞൊരു കടയുണ്ട്. ശശി എന്നാണ് കേട്ടോ. 1946 മുതലുള്ള കടയാണ്. സോ ഒരു വൈൻ ഷോ എന്ന് പറഞ്ഞാൽ ചൂടെന്നാണ് എൻ്റെ. സോ ഒരു വൈൻ ഷോ കുടിക്കുവാണ്. ഒരു ഇതുപോലത്തെയാണ് നമ്മളിവിടെ കണ്ട വീടുകളൊക്കെ കേട്ടോ. ഇതുപോലെ തന്നെ ഉണ്ട്. ചെറിയ ക്യാൻഡിൽസ് ഇല്ലേ, ക്യാൻഡിൽസ് വെച്ചിട്ട് കത്തിക്കുന്നതാണത്. അതിന് 5 യൂറോ ആണ്. 3 എണ്ണം മേടിക്കുവാണെങ്കിൽ 12 യൂറോ. ഒന്നുമില്ല. അയ്യോ, ഹോട്ട് ഡോഗിൻ്റെ സ്മെല്ല് എൻ്റെ ദൈവമേ. മണ്ണിരെ ചൂടാക്കിയിട്ടതുപോലെ ഉണ്ട്. C'est petit caméra for the vlogging. Okay. You are vlogging? Yeah, I'm vlogging. You're streaming live right now? Live, yeah, it's live. No? Okay. Merry Christmas. Yeah, Merry Christmas. Thank you. Medium. 5 please. Medium, ouais, Yes. medium. Can I pay by Non, carte 10 euros. Carte 10 euros. card? Carte 10 euros minimum. Okay? Okay. Yes, I 5 euros minimum. Cash. Oh, you film? Yeah, I'm filming. You must pay. You film us. I'm getting wine from you. Pay lot of money. Thank you. A good day. Bye. താങ്ക് യു വെരി മച്ച്. ഇതാണ് നമ്മുടെ മേടിച്ച ചൂട് വൈൻ. ഇതിനകത്താണ് സാധനം ഉള്ളത്. ഇതെങ്ങനെയും മരാക്കുന്നത്. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ മേടിക്കുന്നത്. Il y a eu derrière.
Dai. €5 ആണ് ഈ ചൂടുവയനായത്. നമ്മൾ നേരത്തെ കണ്ടെടുത്ത് €4 എന്തോ ഉണ്ടായിരുന്നുള്ളൂ. ഞാനത് എത്ര 30 ml ഉണ്ട്, മീഡിയം എന്ന് പറഞ്ഞുകൊണ്ട് 30 ml, ബാൻസാങ്കിന് 25 ml €4 എന്തോ ആയിരുന്നു. ഇതേ ഇരിക്കുന്നു നമ്മുടെ സാധനം. എൻ്റെ അമ്മ, ഇതൊരു 1.5 സാധനം തന്നെയാണ്. ഓ, ഇത് കണ്ടിട്ട് എൻ്റെ കിളി പോയി നിൽക്കുവാണ്. കുറച്ച് നേരം ഞാൻ നോക്കി നിൽക്കട്ടെ. ഇതൊരു 1.5 ഐറ്റം തന്നെയാണ്. ഇതൊരു ഗോതിക് സ്റ്റൈലാണ് കേട്ടോ, ഒരു ഗോതിക് ആർക്കിടെക്ചറാണ്. ഏകദേശം പണി കഴിപ്പിച്ചത് എനിക്ക് തോന്നുന്നു 12-ാം നൂറ്റാണ്ട് തൊട്ട് 15-ാം നൂറ്റാണ്ട് വരെ ടൈം എടുത്തു ഇത് പണി കഴിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതിനുള്ള ഐറ്റം ഉണ്ട് ഇത്. ഇത് ക്ലോസ്ഡ് ആണ്, കയറാൻ പറ്റത്തില്ല ഇതിൻ്റെ അകത്ത്. ഞാൻ ഇത്രയും നേരം താഴെ ആ ലൈനിലായിരുന്നു, അതായത് സ്ട്രാസ്ബർഗിലുള്ള കത്തീഡ്രലിൻ്റെ മുകളിൽ കയറാൻ വേണ്ടി ആ ലൈനിൽ ക്യൂ നിൽക്കുമായിരുന്നു. ഏകദേശം 1.5 മണിക്കൂർ ക്യൂ നിന്നു. കൈയും കാലും ഒക്കെ പോയി. 332 സ്റ്റെപ്പുണ്ട് ഇതുപോലത്തെ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 200-ാമത്തെ സ്റ്റെപ്പിലാണ് നമ്മൾ ഈ സഫാരി ചാനലിൽ പറഞ്ഞ പോലെ ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ് ഇവിടെ. അങ്ങനെ അതിൻ്റെ ഏറ്റവും മേളിലൊക്കെ ഇരിക്കുകയാണ്. നല്ല ടൈമിലാക്കി മണി അടിക്കുന്നുണ്ട്. നമ്മുടെ ന്യൂഡൽഹിയിലേക്ക് 6198 കിലോമീറ്റർ ഉണ്ട്. ന്യൂഡൽഹിയിലേക്ക് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് നിന്നും പാരീസിലേക്ക് ഏകദേശം 500 കിലോമീറ്റർ വരും കേട്ടോ. ഞാനൊരു മക്ഡൊണാൾഡ്സ് നോക്കി നടക്കുമായിരുന്നു. അപ്പോഴാണ് ഇങ്ങനൊരു ഇത് കണ്ടത്. ഇതൊരു ചെറിയൊരു സ്ക്വയറാണ്. ആ സ്ക്വയറിന് മുമ്പിൽ 2 പേര് നിൽപ്പുണ്ട്. കുറേ അധികം പേര് അവരെ നോക്കി നിൽപ്പുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് ഫ്രീ ഹഗാണ്. വി ആർ ജസ്റ്റ് സംബഡി. ഇഫ് യു മിസ് സംബഡി ദിസ് ഹോളിഡേ ദേ ആർ ഹിയർ. നിങ്ങൾ ആരെങ്കിലും മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരിവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ ഒരു ക്യൂട്ടായിട്ട് എന്താ പറയുക, ഒരു ഹഗ് കിട്ടുന്ന, ഫ്രീ ഹഗ് കിട്ടുന്ന പരിപാടിയാണ്. സോ ഇത് രണ്ടും ഞാൻ ചെയ്യുന്നില്ല. ആദ്യം ഞാൻ വിചാരിച്ചു എന്താ എല്ലാ പ്രതിഷേധമാണെന്ന് വിചാരിച്ചു, മീശയൊന്നും അങ്ങനെ കണ്ടപ്പോഴേ. സോ അവരുണ്ടോ ഹഗ് ചെയ്ത് കൂട്ടത്തിൽ പോക്കറ്റ് അടിച്ചോണ്ടോ പോയെങ്കിലോ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ രാവിലെ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു സ്ഥലത്തെത്തി. രാവിലെ അല്ല, ഉച്ചയ്ക്ക് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു സ്ഥലത്തെത്തി. ഇവിടെ ഒരു മക്ഡൊണാൾഡ്സ് ഉണ്ട്. അവിടെ ഒരു നമ്മുടെ സ്വന്തം 5 ഗേഴ്സും ഉണ്ടായിരുന്നു. പക്ഷേ 5 ഗേഴ്സിൽ കയറുന്നില്ല. അതിൽ കയറി കഴിഞ്ഞാൽ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലെന്ന് എനിക്കറിയാം. സോ നമുക്ക് ഇതിനകത്ത് കയറി നോക്കാം. ഇതിനകത്ത് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടുന്ന് കഴിക്കുന്നുള്ളൂ. കാരണം ചാർജ് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഇന്ന് നൈറ്റ് വീട്ടിലെത്താൻ പറ്റില്ല. നല്ല തിരക്കാണ് കേട്ടോ. ഇതിലെവിടെയെങ്കിലും ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ അതെന്ന് നോക്കട്ടെ. മേളിൽ കയറിപ്പോൾ ഇത് സെക്യൂരിറ്റി ഉണ്ട്. ഞാനിവിടുന്ന് ഓർഡർ ചെയ്യട്ടെ.